വിശുദ്ധ ഖുർആനിന്റെ തെളിവ് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നു. വിശുദ്ധ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിലുണ്ട് എന്ന് പറയുമ്പോൾ ഹദീസ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഖുർആനിലുള്ളത് ഞങ്ങൾ സ്വീകരിക്കാം, ഹദീസ് ഞങ്ങൾക്ക് വേണ്ട. ഖുർആനിലുണ്ടോ എന്ന് മാത്രം ചോദിക്കുകയും വിശുദ്ധ ഹദീസ്, സ്വഹീഹായ ഹദീസുകൾ പോലും, ഹസനായ ഹദീസുകൾ പോലും, ഏത് പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ വന്ന വളരെ മനോഹരമായ സനദുകളുള്ള ഹദീസുകൾ, മൗദൂ അല്ലാത്ത, ദഈഫല്ലാത്ത അത്തരം ഹദീസുകളൊക്കെ സമർപ്പിക്കപ്പെട്ടാൽ പോലും ഖുർആനിലുള്ളതേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയുന്ന ആളുകൾ നാളിന്റെ മുമ്പ് വരാനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ റസൂൽ നമ്മൾ അറിയിക്കുകയാണ്, അലാ അറിയണമേ, അല്ലാഹു എനിക്ക് ഖുർആൻ ഇറക്കി തന്നിട്ടുണ്ട്. വമിസ്ലഹു മഅഹു, ഖുർആൻ പോലെ തന്നെ അത്രയും മനോഹരമായ വിവരങ്ങൾ, ഇൽമ് ഖുർആനിന്റെ അത്ര തന്നെ, അല്ലെങ്കിൽ അതിന് സമാനമായതോ അതിലേറെയോ അല്ലാഹു എനിക്ക് ഹദീസുകളായി നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാഹു തന്നതാണ്. ഹദീസും ഖുർആനും അല്ലാഹുവിന്റേത് തന്നെയാണ്. ഖുർആൻ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയല്ലേ. വമിസ്ലഹു മഅഹു, ഖുർആനിന്റെ കൂടെ അത്രയും പ്രാമാണികമായ ഇൽമ് അല്ലാഹു വഹയായിട്ട് തന്നെ, എന്നാൽ ഖുർആൻ അല്ലാതെ എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിക്ക് യോജിക്കുന്നത് എടുക്കുകയും യുക്തിക്ക് യോജിക്കാത്തത് ഒഴിവാക്കുകയും ചെയ്യുന്ന അഭിനവ ലോകത്തിന്റെ മുമ്പിലാണ് വിശുദ്ധമായ ഹബീബിന്റെയും ഖുർആനിന്റെയും പ്രാമാണികതയെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയത് നമുക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും ആമന്നാ വസദ്ദഖനാ, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറയേണ്ടവരാണ് നാം.